ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പെക്റ്റഡ് സീരീസ്, അതായത് നമ്മുടെ CSEP അതുപോലെ സ്കാഡ് എക്സാമിൻ്റെ 500 എക്സ്പെക്റ്റഡ് MCQസിൻ്റെ ഒരു പാർട്ട് 7 ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുൻപ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് CSEB എക്സാം എപ്പോൾ കാണും, ജൂലൈയിലാണോ അല്ലെങ്കിൽ സ്കാഡ് എക്സാം എപ്പോഴാണ് ഈ വർഷം ഉണ്ടാകുമോ എന്നൊക്കെ. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ജൂണിൽ ലോക്ക്ഡൗൺ ഏകദേശം നമ്മുടെ കൊറോണയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ ഇപ്പോൾ 9 വരെ നീട്ടി. ചില ഇളവുകളുണ്ട്, എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ എല്ലാ എക്സാമുകളും നടത്തും എന്ന് പറഞ്ഞതാണ്. അപ്പം ഏകദേശം പ്രോബബിളി നമ്മൾ LDC ആ എക്സാമൊക്കെ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ്, ആ ഒരു രീതിയിലാണ് നടക്കുമെന്ന് PSC ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവെ സ്ഥിതിഗതികളൊക്കെ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CSEB എക്സാം എന്ന് പറയുന്നത് ജൂലൈയിൽ നടത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല, അതല്ല നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. നമുക്ക് പ്രോപ്പറായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷൻസ് ആണുള്ളത്. ഇപ്പോൾ പലപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമുകളൊക്കെ ഇപ്പോൾ ജൂണിലൊക്കെ നടക്കുന്നുണ്ട്. ജൂണിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമുകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പം എല്ലാ സ്ഥിതിഗതികളൊക്കെ ഓക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കൊക്കെ കുറയുകയാണെങ്കിൽ ജൂലൈയിൽ നമ്മുടെ ഈ ഒരു എക്സാം CSEB എക്സാം നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ല എങ്കിൽ ചിലപ്പോൾ ഇത് ജൂലൈ ലാസ്റ്റ് അവസാന വാരമോ അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്കൊക്കെ നീണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യുക, പരീക്ഷ എന്നാണ് എന്നുള്ളതല്ല ഒരു ഇതെന്ന് പറയുന്നത്, നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. പരീക്ഷയാകുമ്പോൾ പരീക്ഷയുടെ തലേ ദിവസങ്ങളും അല്ലെങ്കിൽ അതിന് ഒരു 2 ആഴ്ച മുൻപൊക്കെയാണെങ്കിൽ ഒന്ന് പഠിച്ചാൽ ഒന്നും എവിടെയും വരെ എത്താത്ത ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴെ തന്നെ ജൂലൈയിൽ എക്സാം ഉണ്ടെന്ന് കരുതി നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. പിന്നെ മറ്റൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, സ്കാഡ് എക്സാം എന്നായിരിക്കും, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എക്സാം എന്നായിരിക്കും ഈ വർഷം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമുക്ക് ഓഗസ്റ്റിൽ സെപ്റ്റംബറൊക്കെ LDC നടത്തും. അതിനെ തുടർന്നിട്ട് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നമ്മൾ ആദ്യം നമുക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏകദേശം CSEB എക്സാമുകൾക്കാണ്. അപ്പോൾ അത് ജൂലൈയിൽ ഉണ്ടാകും നമുക്ക് ഉറപ്പില്ല. നമ്മളെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ കൂടി നമ്മൾ ജൂലൈ ഏകദേശം ഒരു 2ോ 3ോ വീക്കൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയെ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, റിവിഷനും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കൊള്ളുക. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: The dash was established in 1969 as an apex organization for coordinating, guiding and promoting cooperative housing activities in India. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 1969 സ്ഥാപിച്ചിരിക്കുന്ന ഒരു അപ്പെക്സ് ഓർഗനൈസേഷനാണ്. എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്? കോർഡിനേറ്റിംഗ്, ഗൈഡിങ് ആൻഡ് പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ആക്ടിവിറ്റീസ്. കോപ്പറേറ്റീവ് ഹൗസിംഗ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സ്ഥാപിതമായത് 1969 സ്ഥാപിതമായിട്ടുള്ള അപ്പെക്സ് ഓർഗനൈസേഷനുകൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ് ഇതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1969 അപ്പം നമുക്കറിയാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ് 1969 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ കുറേ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ് ഉണ്ട്, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ് ഉണ്ട്, അതേപോലെ കോപ്പറേറ്റീവ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ് ഉണ്ട്, ടെനൻസി ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്, അതർ സൊസൈറ്റി. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണാത്തവരത് കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് ഇയറാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇയറാണ്? 1958 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോഡൽ ഏജൻസീസ് ആണ്, അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണ്. കഴിഞ്ഞ ഇതിലൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ആണ്. അതേപോലെ നാഫെഡിൻ്റെ എന്തുണ്ട്, അതായത് ഫോറിൻ ടെർമിനൽ, ദുബായിലൊരു ഫോറിൻ ടെർമിനലുണ്ട്. അതിൽ ഗവൺമെൻറ്റിന് നോ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഷെയർ ക്യാപിറ്റൽ, ഗവൺമെൻറ്റിന് ഒരു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇതില്ല. അതേപോലെ ഇതിനൊരു ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉണ്ട്. എവിടെയാണ് ഇതുള്ളത്? ഇൻഡോറിലൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ was set up in 1963 by the central government. അപ്പം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നമ്മുടെ NCDC,
അത് ഏത് ആക്ട് പ്രകാരമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്? സെൻട്രൽ ഗവൺമെൻറ് ഏത് ആക്ട് പ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത്? NCDC ആക്ട് 1962 പ്രകാരമാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് 1963 പക്ഷെ 1962 ആക്ട് പ്രകാരമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 5 ഇയർ പ്ലാൻ, ഡ്യൂറിങ് ദ 5 ഇയർ പ്ലാൻ്റെ സമയത്താണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അതേപോലെ ഇത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. അതേപോലെ ഇത് ഫസ്റ്റ് അമെൻഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ആക്ട് ആദ്യമായിട്ട് അമെൻഡ് ചെയ്തിട്ടുള്ളത് 1975 പിന്നീട് അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് 2002 പിന്നെ എന്താണെന്ന് പറയുന്നത്, ഇതിൻ്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് എന്താണ്? ജനറൽ കൗൺസിലാണ് സുപ്രീം ബോഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊരു മിനിമം സപ്പോർട്ട് പ്രൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് MSP എന്ന് പറയുന്നത്, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഈ ഒരു സ്കീം എന്ന് പറയുന്നത് NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ്. അതേപോലെ നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ടും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് NCDC ആണ്. അതേപോലെ NCDC നമുക്ക് പല രീതിയിലുള്ള ലോൺസുകളും മറ്റു ലോൺസും അങ്ങനെ സബ്സിഡിയൊക്കെ ആയിട്ടാണ് NCDC കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡി, NCDCയുടെ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? മാനേജിങ് കമ്മിറ്റിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതുപോലെ ICDP അതൊക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The dash was set up in 1963 by the central government by passing NCDC Act 1962. എന്താണ്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് the creation of dash in 1965 was a major step towards the organization of dairying on cooperative lines. അപ്പം 1965 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഡയറി കോപ്പറേറ്റീവ് ലൈൻസിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് ഏതാണ് ആ ഓർഗനൈസേഷൻ എന്നാണ്? ഏതാണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്, അതായത് NDDB ആണ്. എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1965 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്തിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു 3 ടയർ സ്ട്രക്ചറാണ്. അതേപോലെ NDDB ആക്ട് 1987 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം, അത് ആരാണ്? NDDB ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ NDDBയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഇനീഷ്യേഷൻ പ്രകാരമാണ് നടന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്താണ്? NDDB ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ആൻഡ് ഡോക്ടർ അമൃത പാട്ടേൽ. ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് NDDB ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ NDDBയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. അതേപോലെ ഈ NDDBയും ഓപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളതിൽ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In 1969-1970 NDDB introduced a scheme for the development of dairy cooperatives is known as, അതായത് ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് NDDB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? ഒരേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. വൈറ്റ് റവല്യൂഷൻ, ഓപ്പറേഷൻ ഫ്ലഡ്, ബ്ലൂ റവല്യൂഷൻ, സിൽവർ. അപ്പോൾ നമ്മൾ നമ്മൾ ഡയറി എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് വൈറ്റ് റവല്യൂഷൻ ആണല്ലോ, പക്ഷെ അങ്ങനെയല്ല. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. When agro-processing companies enter into a contract with the farmers to provide the farmers with the input like fertilizers, seeds, pesticides and guidance to grow crops and buy back the product with a specified rate in advance is called. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് agro-processing companies ഫാർമേഴ്സുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, കോൺട്രാക്ട് വിത്ത് ദ ഫാർമേഴ്സ് ടു പ്രൊവൈഡ് ദ ഫാർമേഴ്സ് വിത്ത് എന്തൊക്കെയാണ്? ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, സീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, പെസ്റ്റിസൈഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ഒരു ക്രോപ്സ് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഗൈഡ് ലൈൻസും കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരിൽ നിന്നും അവരുടെ പ്രോഡക്റ്റ് ഈ ക്രോപ്സ് തിരിച്ചു വാങ്ങുന്ന സ്പെസിഫൈഡ് അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്ന ഈ പ്രോസസ്സിന് എന്താണ് പറയുക? അതായത് എന്ത് ചെയ്യുന്നു? ഒന്നും കൂടി പറഞ്ഞു തരാം മനസ്സിലാവാത്തവർക്ക്. അതായത് സപ്പോസ് ഞാനൊരു ആഗ്രോ പ്രോസസ്സിങ് കമ്പനീസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഫാമേഴ്സിന് ഒരു ക്രോപ്സ് വിളകൾ വളരാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നു, അതേപോലെ സീഡ്സ് കൊടുക്കുന്നു,
വിള ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സീഡ്സ് ഞാൻ കൊടുക്കുന്നു, പെസ്റ്റിസൈഡ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓരോ വിളയും എങ്ങനെ വളർത്തണം എന്നുള്ള ഗൈഡ് ലൈൻസ് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ വിളകളൊക്കെ അതായത് ശരിയായിട്ടാകുമ്പോൾ, അതായത് വിളകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു അഡ്വാൻസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, ക്യാഷായിട്ട് ഒരു അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്ത് ആ വിളകൾ ഞാൻ തിരികെ വാങ്ങുന്ന പ്രോസസ്സ്. അതായത് ഞാൻ കൊടുക്കുന്ന സീഡ്സ് ആൻഡ് ഫെർട്ടിലൈസറിന് പകരം നിശ്ചിത അഡ്വാൻസിൻ്റെ മുകളിൽ അവരുടെ ക്രോപ്സ് ഞാൻ വാങ്ങുന്ന രീതി, അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റ് എന്താണ് അതിനറിയപ്പെടുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് കോൺട്രാക്റ്റ് ഫാമിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The farmer owned a cooperative model with its integrated approach to production, procurement, processing and marketing of milk came in to be known as dash. അതായത് the farmer owned a cooperative model. ഫാമർ ഓൺഡ് ആണ് കോപ്പറേറ്റീവ് മോഡൽ വിത്ത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചസ്. എന്താണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നത്? പ്രൊഡക്ഷൻ, പ്രൊക്യൂർമെൻറ്റ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് ആനന്ദ് പാറ്റേൺ ആണ്. പിന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്ക്, നൺ ഓഫ് ദി അബവ്, അതൊരിക്കലും വരില്ല. മദർ പാറ്റേൺ അങ്ങനെയൊന്നും നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. മിൽമ പാറ്റേൺ അത് നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ എന്താ പഠിച്ചത്? ആനന്ദ് പാറ്റേൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. This was set up in 1960. 1960 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. Is administered under Multi Cooperative Societies Act 2002. But Multi Cooperative Societies Act 2002 പ്രകാരം 1960 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The National Cooperative Agriculture and Rural Development Banks Federation was registered on dash the main objective of promoting the interest of long-term cooperative credit structure movement in the country. അപ്പോൾ നമ്മളിവിടെ കണ്ടു 1960 നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫെഡറേഷൻ ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഇപ്പുറം എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോപ്പറായിട്ടുള്ള ഡേറ്റ് ഏതാണ്? അതിനു മുൻപ് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? പ്രൊമോട്ടിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ലോങ് ടേം cooperative credit structure. Promoting the interest of the long term cooperative credit structure ആണ് ഈ നാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 1960 എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഡേറ്റ് ആണ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എല്ലാം 1960 തന്നെ ഡേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഡേറ്റ് എന്ന് പറയുന്നത്? 6th October 1960. 6th October, അതായത് ഒക്ടോബർ 6-ാം തീയതി, 1960 ഒക്ടോബർ 6-ാം തീയതിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1920. അതായത് ഇന്ത്യയിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ജംഗിലാണ്. ജംഗിൻ പഞ്ചാബിലാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ജൂലൈയിൽ എക്സാം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു പോവുക. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.